സുഹൃത്തുക്കളെ, ഞങ്ങളിങ്ങ് ഊട്ടിയിലെത്തിയായിരുന്നു. പറയാൻ വിട്ടുപോയി. രാവിലെ മുതൽ ഞങ്ങളെല്ലാവരും വളരെ ആനന്ദത്തിലും സന്തോഷ തിമിർപ്പിലുമാണ്. എല്ലാവരും രാവിലെ മുതൽ നിരവധി വഴിയോര കാഴ്ചകൾ, നഗര കാഴ്ചകൾ, കണ്ണിനും കാതിനും ഇമ്പങ്ങളായ ഒട്ടനവധി കാഴ്ചകൾ കണ്ട് ആനന്ദിച്ചാസ്വദിച്ചാണ് ഞങ്ങളുടെ ഈ മഹത്തായ ടൂർ. ഇന്നലെ ആലപ്പുഴയിൽ വെച്ച് നമ്മൾ തമ്മിൽ പരസ്പരം കണ്ടിരുന്നല്ലോ. അതിനുശേഷം ഇന്ന് രാവിലെ 6 മണിയോടുകൂടി ഞങ്ങൾ ഊട്ടിയിലെത്തി. ഊട്ടിയിൽ വന്നതിന് ശേഷം ഞങ്ങൾ വളരെ അല്ലെങ്കിൽ ഇമ്പങ്ങളുടെ പറുദീസ എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ തരത്തിലുള്ള കാഴ്ചകളാണ് ഇവിടെ ഊട്ടിയിലും പരിസര പ്രദേശങ്ങളിലുമായി ഒരുങ്ങിയിരിക്കുന്നത്. ഞങ്ങളതെല്ലാം അങ്ങനെ കണ്ട് ആനന്ദിച്ച് ആസ്വദിച്ചിരിക്കുകയാണ്. ഈ ടൂറിനെ പറ്റി പറയുമ്പോൾ 1 വർഷത്തിലേറെ ദൈർഘ്യം വരുന്ന ഒരു കോഴ്സ്, ഏവിയേഷൻ കോഴ്സ്, അടൂർ അയാട്സിലും ട്രിവാൻഡ്രം അയാട്സിലും കൊച്ചിൻ അയാട്സിലുമായി പഠനങ്ങൾ പൂർത്തിയാക്കിയ, +2 കഴിഞ്ഞവർ, ബിടെക് കഴിഞ്ഞവർ, ഡിഗ്രി കോഴ്സ് കഴിഞ്ഞവർ, പോസ്റ്റ് ഗ്രാജുവേറ്റ്, ബിടെക് കഴിഞ്ഞവർ, ഇവരെല്ലാവരും കൂടിച്ചേരുന്ന ഒരു സമുച്ചയത്തിലാണ് ഇപ്പോൾ ഇവർ ഇവിടെ അയാട്സിൽ ഈ കോഴ്സ് പഠിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ വായനയും എഴുത്തും പഠനവും പരിശീലനവും എയർപോർട്ടിലെ ട്രെയിനിങ്ങും ഒക്കെയായി അവർ 1 വർഷത്തെ പഠനത്തിനൊടുവിൽ ഇങ്ങനെയൊരു സുന്ദരമായ യാത്രയ്ക്കും ട്രെയിനിങ്ങിനുമായി ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. ഈ ടൂറിനെ പറ്റി പറയുമ്പോൾ ഞാൻ മാത്രമല്ലല്ലോ പറയേണ്ടത്. ഇതിൻ്റെ ഒരു അഭിപ്രായം എന്ന നിലയിൽ ഞാൻ ഞങ്ങളുടെ ടൂറിലെ ഏറ്റവും വിശേഷപ്പെട്ട രീതിയിൽ സംസാരിക്കുന്ന, ഡൽഹിയിൽ നിന്ന് അടൂർ അയാട്സിൽ പഠിക്കുവാൻ വന്ന പ്രിയപ്പെട്ട ഗൗരി ശങ്കറിനെ അഭിപ്രായത്തിനായി ക്ഷണിക്കുകയാണ്. गुड आफ्टरनून आप सभी को. मेरा नाम गौरी शंकर है. मैं दिल्ली में रहता था, फिर मेरी मम्मी पेरेंट्स यहाँ सेटल हो गए हैं, तो अभी मैं आयाट्स एविएशन कॉलेज में पढ़ रहा हूँ. और आज हम आए कोयम्बतूर में, ऊटी में आए हैं. हमने बहुत एंजॉय किया है. अयाट्स का टूरिज़्म मैंने ये सोचा नहीं, एक्सपेक्ट नहीं किया था. ये मेरे से एक्सेप्ट नहीं था कि मेरे को इतना अच्छा फूड मिलेगा, कि ये सब डांस भी करेंगे मेरे साथ, क्योंकि मैं बहुत बार टूरिज़्म गया हूँ, अपने पुराने स्कूल में ऐसे टूर गया हूँ, पर इतना जो बेस्ट फूड मिला है मेरे को, मैं ये विश्वास ही नहीं कर सकता. बेस्ट फूड, सब लाइफ एकदम मस्त, झकाझक. हमने डांस किया, बहुत मज़ा किया. और मैं ये बोलना चाहता हूँ कि अयाट्स की इन फ्यूचर अयाट्स की इतने सारे मतलब टूरिज़्म होने वाले हैं. अयाट्स के नेक्स्ट टूरिज़्म मैंने नेक्स्ट टूरिज़्म तो मतलब और इससे भी अच्छा सक्सेस पाए. और क्या चाहता हूँ, इससे भी बहुत अच्छा एंजॉय किए. धन्यवाद. താങ്ക് യു വെരി മച്ച്. ഞാൻ മലയാളത്തിലാണ് ചോദിച്ചത്, പക്ഷേ ഗൗരി ശങ്കർ ഹിന്ദിയിലാണ് ഉത്തരം പറഞ്ഞത്. നല്ല അഭിപ്രായം. അതാണ് അയാട്സിൻ്റെ പ്രത്യേകത. ഞാൻ ഹിന്ദി ചോദിക്കുമ്പോൾ ഇംഗ്ലീഷിൽ പറയും, ഇംഗ്ലീഷ് ചോദിക്കുമ്പോൾ മലയാളത്തിൽ പറയും, മലയാളം ചോദിക്കുമ്പോൾ തമിഴ് പറയും. അതാണ് ഈ അയാട്സിലെ ഉദ്യോഗാർത്ഥികൾക്ക് അധികം പേർക്കും, പഠിച്ചിറങ്ങുന്നതിൽ അധികം പേർക്കും എയർപോർട്ടുകളിലും എയർലൈൻ കമ്പനികളിലും ഒക്കെ ജോലിയിൽ കയറുന്നതിൻ്റെ ഒരു വലിയ കാരണവും ഈ ഭാഷയിലുള്ള ഔന്നിത്യം അതൊന്ന് മാത്രമാണ്. ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം അയാട്സിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് ട്രെയിനിങ് പ്രോഗ്രാമിന് ക്ലാസ്സുകൾ കൊടുക്കുന്ന ഒരു ഷെഡ്യൂൾ അവിടെ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് അയാട്സിലെ ഇപ്പോഴത്തെ ട്രെയിനിങ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. പഠിച്ചിറങ്ങിയാൽ അധികം പേർക്കും എയർപോർട്ടുകളിലും എയർലൈൻ കമ്പനികളിലും അതുപോലെ പ്രമുഖ ട്രാവൽ സ്ഥാപനങ്ങളിലും ജോലിയിൽ കയറാൻ കഴിയുന്നു. ഉദാഹരണത്തിന് ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ അയാട്സിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ ജോലിയിൽ കയറിയ പ്രിയപ്പെട്ട അഖിൽ ചന്ദ്ര റിപ്പോർട്ടുണ്ട്. ഒമാൻ എയറിൽ ക്യാബിൻ ക്രൂ ആയ ജോബ ജോർജ് ഇപ്പോൾ ഇതിൻ്റെ കൂടെയുണ്ട്. ട്രിവാൻഡ്രം എയർപോർട്ടിൽ ഉദ്യോഗസ്ഥർ, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഉദ്യോഗസ്ഥർ, ഇവരൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ പറയാൻ കഴിഞ്ഞു. 6 മാസത്തോളം അയാട്സിലെ പഠനം കഴിഞ്ഞു. സ്റ്റെഫി ജോൺ എയർ ഇന്ത്യയിൽ ഇപ്പോൾ ക്യാബിൻ ക്രൂ ആയി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ കോഴ്സിൽ ഈ ബാച്ചിലെ അംഗമാണ്. കോഴ്സ് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ അയാട്സിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് ക്യാബിൻ ക്രൂ ആയി മാറിക്കഴിഞ്ഞു. ഇത് ഒരു പ്രത്യേകതയാണ്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രത്യേകതരം ട്രെയിനിങ് പ്രോഗ്രാം, ഒരു പ്രത്യേകതരം ഷെഡ്യൂളിങ്, പിന്നെ ഭാഷാപരമായ ഒരു ഔന്നിത്യം, പിന്നെ ഒരു പ്രൊഫഷണലിസം, ഇതൊക്കെ കൂടി ചേരുമ്പോൾ, എക്സ്പോഷേഴ്സും കൂടി കൂട്ടിച്ചേർത്ത് വെക്കുമ്പോൾ ഒരു പ്രൊഫഷണലായി അയാട്സിലെ വിദ്യാർത്ഥി മാറുന്നു എന്നുള്ളതാണ്. എന്തായിരുന്നാലും വളരെ സന്തോഷമുണ്ട് ഈ ടൂർ പ്രോഗ്രാം ഇവിടെ എത്തിയതിൽ. ഇതിലും അധികം കാഴ്ചകളും വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം. ഈ യാത്ര തുടരുകയാണ് തെക്കേ ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിലേക്ക്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.